ജസ്ന സലീം. അപ്പൊ ജസ്ന സലീം ഗുരുവായൂർ നടപ്പന്തലിൽ വീണ്ടും ഫോട്ടോഷൂട്ട് തുടങ്ങിയിരിക്കുകയാണ്. ആദ്യം അവർ ആ ഒരു ബാരിക്കേഡ്, അമ്പലത്തിന്റെ ഏറ്റവും പുറത്ത് കിഴക്കേ നടയിൽ ഒരു ബാരിക്കേഡ് വെച്ചിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് വെളിയിലേക്ക് വരുന്ന തരത്തിൽ ആദ്യം ഷൂട്ട് ചെയ്തു. അതിനുശേഷം നടപ്പന്തലിന്റെ ഉള്ളിൽ കൂടി കടയിലേക്ക് പോകുന്ന തരത്തിൽ ഒരു റീൽസ് ഷൂട്ട് ചെയ്തു. ഇപ്പൊ മൂന്നാമത്തെ പ്രാവശ്യം ബാരിക്കേഡിന്റെ അപ്പുറത്ത് വീണ്ടും ഒരു കമ്പി കൊണ്ട് ബാരിക്കേഡ് പോലെ വെച്ചിട്ടുണ്ട്. അത് ഭക്തർക്ക് അമ്പലത്തിന്റെ അങ്ങോട്ട് കടന്നു പോകാൻ വേണ്ടിയിട്ടും അവിടെ ചെക്കിങ്ങും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അവിടെ പോലീസുകാർ നിപ്പുണ്ട്. അപ്പൊ അവിടെ നിന്ന് കടന്നു വരുന്ന തരത്തിലുള്ള ഒരു ഫോട്ടോഷൂട്ടാണ് ഇപ്പം ചെയ്തിരിക്കുന്നത് നടപ്പന്തലിൽ വെച്ചിട്ട്. ഗുരുവായൂരമ്പലത്തിന് 4 നടകളുണ്ട്. കിഴക്കേ നട, തെക്കേ നട, വടക്കേ നട, പടിഞ്ഞാറേ നട. ഈ നടയിൽ എല്ലായിടത്തും നടപ്പന്തലുകൾ ഉള്ളതാണ്. ഗുരുവായൂരമ്പല നടയിൽ നടപ്പന്തലിൽ ഫോട്ടോഷൂട്ടോ വീഡിയോ ചിത്രീകരണങ്ങളോ പാടില്ല എന്ന് ഹൈക്കോടതിയുടെ വിധിയുണ്ട്. ആ വിധിയെ പോലും മറികടന്നിട്ടാണ് വെല്ലുവിളിച്ചുകൊണ്ട് എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ഒരു ഹൈക്കോടതി വിധി വന്നു കഴിഞ്ഞാൽ നമ്മൾ എല്ലാവരും ഹൈക്കോടതി വിധിയെ മാനിച്ചുകൊണ്ട് വീഡിയോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ നമ്മളിപ്പം ഇടാറില്ല. അതിനെയൊക്കെ മറികടന്നുകൊണ്ട്, അല്ലെങ്കിൽ ഈ ഒരു ഹൈക്കോടതി വിധിയെ പുല്ലുവില കൽപ്പിച്ചുകൊണ്ടാണ് വീണ്ടും അവിടെ നടപ്പന്തലിൽ കയറി വീഡിയോ ചിത്രീകരിക്കുന്നത്. ഹിന്ദുക്കൾക്ക് മനസ്സമാധാനമായിട്ട് വന്ന് ഭഗവാനെ കാണാൻ പോലും പറ്റാത്ത രീതിയിൽ എന്തിനാണ് ഈ സ്ത്രീ അവിടെ വേഷവും കെട്ടിയിട്ട് കറങ്ങുന്നത് എന്ന് മനസ്സിലാവുന്നില്ല. നമ്മളെല്ലാവരും ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ആ വിധിയെ മാനിക്കുന്നത് കൊണ്ട് നമ്മളെല്ലാവരും നടപ്പന്തലിൽ നിന്ന് ഫോട്ടോഷൂട്ടോ റീൽസോ അല്ലെങ്കിൽ ഒരു വീഡിയോ ചിത്രീകരിച്ചിട്ട് ഇപ്പൊ സോഷ്യൽ മീഡിയയിലൂടെ ആരും ഇപ്പൊ തന്നെ അങ്ങനെ വലിയ പബ്ലിസിറ്റി ഒന്നും കൊടുത്ത് ആരും ഇപ്പൊ തന്നെ അങ്ങനെ പ്രമുഖരായ ആരും ഒന്നും അങ്ങനെ ചെയ്യുന്നില്ല. പക്ഷെ ഇവര് മാത്രം വീണ്ടും വീണ്ടും ഈ തെറ്റ് ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഗുരുവായൂരിൽ നിന്ന് ഒത്തിരി സംഘടനകൾ ഇവരുടെ പേരിൽ പരാതി പോയിട്ടുണ്ട്. അത് മാത്രമല്ല, ഗുരുവായൂർ അഡ്മിനിസ്ട്രേറ്റർ ഇവരുടെ പേരിൽ പരാതി കൊടുത്തിട്ടുണ്ട്. വീണ്ടും ഞാൻ അധികാരികളുടെ മുമ്പിലേക്ക് ഈ ഒരു കാര്യം ചൂണ്ടിക്കാണിക്കുകയാണ്. നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടാനിട്ടാണോ എന്താണോ എന്ന് എനിക്കറിയത്തില്ല. വീണ്ടും ഇവർ ഫോട്ടോഷൂട്ടും റീൽസും എടുത്തു തുടങ്ങിയിരിക്കുന്നു. ഇതിങ്ങനെ കുറേശ്ശെ ക്ലിപ്പുകളായി കാണിച്ചിട്ട് നാളെ അവര് അമ്പലനടയിൽ വീണ്ടും കണ്ണന്റെ മുമ്പിൽ ചെന്ന് നിന്ന് ഷൂട്ട് ചെയ്യേണ്ട ഒരവസ്ഥ നമുക്ക് കാണേണ്ടി വരും. അപ്പൊ ഹൈക്കോടതിയുടെ വിധി പോലും മറികടന്നുകൊണ്ട് അതിന് പുല്ലുവില കൽപ്പിച്ചുകൊണ്ട് ഈ സ്ത്രീ വീണ്ടും വീണ്ടും നടപ്പന്തലിൽ കയറി വീഡിയോ ചിത്രീകരിക്കുമ്പോൾ എന്താണ് പറയേണ്ടത്? എന്തിനാണ് ഈ സ്ത്രീ വീണ്ടും വീണ്ടും ഈ ഹൈക്കോടതിയുടെ വിധി മറികടന്നുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നത്? ഞാനിതിവിടെ വന്ന് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് പലരുടെയും ശ്രദ്ധയിൽപ്പെടാത്ത ഒരു കാര്യമായതുകൊണ്ടാണ് ഞാൻ പ്രത്യേകിച്ച് എടുത്തു പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന അധികാരികളുടെ ശ്രദ്ധയിലേക്ക് ഞാൻ ഈ ഒരു കാര്യം കാണിച്ചു തരുന്നതാണ്. ഇത് ഹൈക്കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തണം. കാരണം വീണ്ടും വീണ്ടും ഇത്തരത്തിൽ തെറ്റുകൾ ആവർത്തിക്കപ്പെടുമ്പോൾ ഇത് കണ്ടില്ല എന്ന് നടിക്കാൻ നമുക്കാവൂല. എന്തെങ്കിലും ഒരു പ്രത്യേക ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് വീണ്ടും ഈ ഗുരുവായൂർ വന്നിട്ട് ഇങ്ങനെ കറങ്ങി നടന്നിട്ട് ഈ നടപ്പന്തലിൽ വീഡിയോ ചിത്രീകരിക്കുന്നത്. അപ്പൊ ഇത് വീണ്ടും കോടതിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരണം. ഇത്തരത്തിലുള്ള തെറ്റുകൾ ഇനി ആവർത്തിക്കാൻ പാടില്ല എന്ന് ഉള്ള കാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കോടതിയുടെ ഒരു അന്തിമ വിധി നമുക്ക് വാങ്ങേണ്ടത് അത്യാവശ്യമാണ്. അതിനായിട്ട് വീണ്ടും വീണ്ടും ഇവർ ചെയ്യുന്ന ഈ പ്രവൃത്തികൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വീണ്ടും നമുക്ക് കോടതിയിൽ പെറ്റീഷൻ ഫയൽ ചെയ്യാവുന്നതാണ്. അപ്പൊ ഇത് ഇനി ആരുടെയെങ്കിലും ശ്രദ്ധയിൽപ്പെടാതെ ഉണ്ടെങ്കിൽ അത് കാണിക്കാൻ വേണ്ടിയിട്ട് കൂടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഗുരുവായൂർ ദേവസ്വം ബോർഡിന്റെ ശ്രദ്ധയിൽ ഈ കാര്യം പെട്ടിട്ടില്ല എങ്കിൽ കത്ത് മുഖേനയോ അല്ലെങ്കിൽ പരാതി മുഖേനയോ ഗുരുവായൂർ ഈ കാര്യം അറിയിക്കാവുന്നതാണ്. ഗുരുവായൂർ ദേവസ്വം ബോർഡിന്റെ അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്ററിന്റെ ശ്രദ്ധയിൽ ഈ കാര്യം പെട്ടിട്ടില്ലെങ്കിൽ, അതായത് വീണ്ടും വീണ്ടും നടപ്പന്തലിൽ വന്ന് ഇങ്ങനെ ആദ്യം പുറത്തുള്ള ബാരിക്കേഡിന് അവിടെ നിന്ന് പുറത്തോട്ട് ഇറങ്ങി വരുന്നത് കാണിച്ചു. പിന്നെ നടപ്പന്തലിന്റെ അകത്ത് നടന്ന് കടയിലേക്ക് പോകുന്നത് കാണിച്ചു. ഇപ്പം വീണ്ടും ആ പുറത്തുള്ള ബാരിക്കേഡും കഴിഞ്ഞിട്ട് അതിന്റെ അപ്പുറത്ത് ഏകദേശം നടപ്പന്തലിന്റെ പകുതിയോളം വെച്ചിരിക്കുന്ന ഒരു ബാരിക്കേഡിന്റെ പുറത്തേക്ക് ഇവര് നടന്നു വരുന്നതായിട്ടാണ് ഇന്ന് നമുക്ക് ഈ ഒരു വീഡിയോ ചിത്രീകരിച്ചിരിക്കുന്നതായിട്ട് കാണാൻ കഴിയുന്നത്. അപ്പൊ ഈ ഒരു കാര്യം വീണ്ടും കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തേണ്ടത് അത്യാവശ്യമാണ്. കാരണം ഇത്തരത്തിലുള്ള തെറ്റുകൾ വീണ്ടും വീണ്ടും ആവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇനി ഇങ്ങനത്തെ തെറ്റുകൾ ആവർത്തിക്കാൻ പാടില്ല എന്നൊരു വിധി തന്നെയാണ് നമുക്ക് കോടതിയുടെ ഭാഗത്തു നിന്ന് വേണ്ടത്. അപ്പൊ വീണ്ടും ഇങ്ങനെ ഹൈക്കോടതിയുടെ ഈ ഉത്തരവ് ലംഘിക്കുന്ന ഈ കാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നമ്മൾ
നമുക്ക് ഹൈക്കോടതിയെ ഇത് അറിയിക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പൊ ഇതിനോട് ബന്ധപ്പെട്ടിട്ടുള്ള അധികാരികളുടെ ശ്രദ്ധയിലേക്കാണ് ഞാൻ ഈ കാര്യം കാണിച്ചു തരുന്നത്. പ്രത്യേകിച്ച് ഗുരുവായൂർ അഡ്മിനിസ്ട്രേറ്റർക്കുടെ ആ ശ്രദ്ധയിലേക്കും ദേവസ്വം ബോർഡിന്റെ ശ്രദ്ധയിലേക്കും ഞാൻ ഈ കാര്യം കാണിച്ചു തരുവാണ്. കാരണം വീണ്ടും വീണ്ടും ഗുരുവായൂർ ഹൈക്കോടതി വിധിയെ ലംഘിച്ചുകൊണ്ട് ഇവർ വീഡിയോ ചിത്രീകരിക്കുന്നതായിട്ട് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. എത്രയും വേഗം ഹൈക്കോടതിയിൽ ഈ ഒരു കാര്യം അല്ലെങ്കിൽ ഈ ഒരു ഹൈക്കോടതി വിധി ഇവർ ലംഘിക്കുന്ന കാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വീണ്ടും ഒരു ഹർജി കൂടി നൽകുക. നിങ്ങൾക്ക് ആർക്കെങ്കിലും പരാതി ഉണ്ടെങ്കിൽ ഗുരുവായൂർ ദേവസ്വം ബോർഡിലേക്ക് പരാതികൾ അയക്കാവുന്നതാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും പരാതി ഉണ്ടെങ്കിൽ ഗുരുവായൂർ ദേവസ്വം ബോർഡിലേക്ക് അല്ലെങ്കിൽ ഗുരുവായൂർ അഡ്മിനിസ്ട്രേറ്റർക്ക് പരാതി നമ്മൾ എഴുതി അയക്കാവുന്നതാണ്. കാര്യങ്ങളൊന്നും ചിലപ്പോൾ ഗുരുവായൂർ ദേവസ്വം ബോർഡിന്റെ ശ്രദ്ധയിൽപ്പെടാൻ സാധ്യതയില്ല. അപ്പൊ അവരുടെ ശ്രദ്ധ ഇതിലേക്ക് നമ്മൾ ചൂണ്ടിക്കാണിക്കേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇത് വീണ്ടും വന്നിരുന്നു പറയുന്നത്. അപ്പൊ ആർക്കെങ്കിലും പരാതി ഉണ്ടെങ്കിൽ ഗുരുവായൂർ ദേവസ്വം ബോർഡിന് ഒരു കത്ത് എഴുതുക. അല്ല അപ്പൊ അവർക്ക് നമ്മൾ കത്ത് മുഖാന്തരം ഇങ്ങനത്തെ ഹൈക്കോടതി വിധി ലംഘിക്കുന്ന കാര്യങ്ങൾ വീണ്ടും നടക്കുന്നുണ്ട് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഒരു പരാതിയോ അല്ലെങ്കിൽ ഒരു കത്തോ നൽകാവുന്നതാണ്. എന്നാലാണ് ഈ ഒരു കേസിൽ കോടതിയുടെ വിധി വരുമ്പോൾ അതിന്റെ ആ ഒരു ഗൗരവം ഈ ഹൈക്കോടതിയുടെ ഈ വിധി ലംഘിക്കുന്നവർക്ക് മനസ്സിലാവുള്ളൂ. അത്തരത്തിലുള്ള ഒരു വിധി വരാനാണ് നമ്മൾ ഇനി ആഗ്രഹിക്കുന്നത്. എന്തായാലും അത് വളരെ പെട്ടെന്ന് ഉണ്ടാവും എന്നുള്ള ഒരു കാര്യം കൂടി ഞാൻ പറയുകയാണ്. എന്തായാലും ഗുരുവായൂർ അമ്പലനടയില്, അതായത് നടപ്പന്തലില് വീഡിയോ ചിത്രീകരണം പാടില്ല എന്നുള്ള ഒരു കാര്യത്തിൽ ഹൈക്കോടതിയുടെ അന്തിമ വിധി വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. ഹൈക്കോടതിയുടെ വിധി മറികടന്നുകൊണ്ട് ഇവരെ പോലുള്ള ആളുകൾക്ക് വന്ന് നടപ്പന്തലിൽ വീഡിയോ ചിത്രീകരിക്കാനുള്ള ആ ഒരു പൂർണ്ണമായിട്ടും ഇതുപോലുള്ള ഹിന്ദുക്കളെ വിലക്കിക്കൊണ്ടുള്ള ഒരു ഉത്തരവ് തന്നെയായിരിക്കട്ടെ കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടാവട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു.